അമ്മ, ഞങ്ങൾക്ക് വിശക്കുന്നു. എന്തേലും കഴിക്കാനുണ്ടോ? ഇവിടെ ഒന്നും ഇരിപ്പില്ല മക്കളെ. അപ്പ വരുമ്പോ കൊണ്ടുവരും. നിങ്ങൾ പോയി പ്രാർത്ഥിക്ക്. അപ്പ എപ്പോഴാ വരുന്നേ? ഇപ്പൊ വരുമായിരിക്കും. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗാനരചനയ്ക്ക് പിന്നിലെ ചില ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ശ്രദ്ധയോടെ വീക്ഷിച്ചാലും. ഏലിക്കുട്ടി, കൊച്ചുകുഞ്ഞ് ഇന്നലെ വന്നില്ലേയോടി? രാത്രിയോഗം കഴിഞ്ഞ് വരില്ലെന്ന് പറഞ്ഞായിരുന്നു. രാവിലെ വരുമെന്നാ പറഞ്ഞത്. ഇങ്ങനെ രാത്രിയും പകലും പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടന്ന നിന്റെയും മക്കളുടെയും കാര്യം ആര് നടത്തും? മറിയാമ്മച്ചിയേ. എടാ കൊച്ചുകുഞ്ഞെ, നിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, നീ ഇങ്ങനെ പ്രാർത്ഥനയെന്നും പറഞ്ഞ് കുടുംബം നോക്കാതെ നടന്ന ഇവരുടെ ഗതി എന്താവും? അമ്മച്ചി, ആത്മാവിലുള്ള ആഹാരമല്ലേ പ്രധാനം. അത് ഞങ്ങൾക്ക് വേണ്ടതിലധികം ഉണ്ടല്ലോ. നിനക്കത് മതി, പക്ഷെ ഇവളും നിന്റെ മക്കളും. എടാ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഏലുകുട്ടി, നീ നല്ലൊരു ചൂട് കാപ്പി എടുത്തേ. ദേ, മറിയമ്മച്ചിക്കും വേണം കേട്ടോ. എനിക്ക് നിന്റെ കാപ്പിയൊന്നും വേണ്ട. പിണങ്ങാതെ മറിയാമ്മച്ചി. ഏലുകുട്ടി, നീ ഒരു കാപ്പി എടുക്ക്. അത് പിന്നെ കാപ്പിപ്പൊടിയും ചക്കരയും ഒന്നും ഇല്ല. മക്കൾ ഇന്നലെ വൈകിട്ട് മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ എൻ്റെ ഏലിക്കുട്ടി, നീ എന്നതാടി ഈ പറയുന്നത്? കുഞ്ഞുങ്ങളൊന്നും കഴിച്ചില്ലേ? എൻ്റെ ദൈവമേ! എടാ, നീ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് നടന്ന ഇവരിവിടെ പട്ടിണി കിടന്ന് ചാവും. എടി മറിയാമേ, നീ ഇവിടെ നിൽക്കുവാണോ? പിന്നെ ഏലിക്കുട്ടിക്കും മക്കൾക്കും ഇവിടെ കഴിക്കാനൊന്നുമില്ല. ഇവൻ ആത്മാവിനുള്ള ഭക്ഷണവും കഴിച്ച് ഏമ്പക്കവും വിട്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എടാ കൊച്ചുകുഞ്ഞ്, നീ ഇങ്ങനെ പാട്ടും ഉപദേശവും ഉപവാസവും ഒക്കെ നടന്നാൽ ഇവിടുത്തെ അടുപ്പിൽ എങ്ങനെ തീ പുകയും? കർത്താവിനെ നിർബന്ധിക്കുന്നു. ആത്മാവിൽ എരിവുള്ളവനാകുവാൻ കർത്താവിനെ നിർബന്ധിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ളവരെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു. പാപത്തിന്റെ ചുഴിയിൽ വീണുപോകുന്ന ഈ തലമുറയോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ നിയോഗിച്ചിരിക്കുന്നു. മണ്ണാങ്കട്ട, എടാ ഞാനും പള്ളിയിൽ പോകും. രാവിലെയും വൈകിട്ടും കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ നീ പറഞ്ഞ എന്നതാ? ആ എഴിവുണ്ടല്ലോ, അത് ദേ ഇവളുണ്ടാക്കുന്ന ആ നല്ല മീൻകറി കഴിക്കുമ്പോഴേ എനിക്ക് ആ സാധനം ഉണ്ടാകാറുള്ളൂ. ദേ മനുഷ്യ, നിങ്ങൾ ഈ കൊച്ചുകുഞ്ഞിനെ ഉപദേശിച്ച് വെറുതെ ദൈവകോപം വരുത്തി വെക്കല്ലേ. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ പറയാം. എടാ കൊച്ചുകുഞ്ഞ് ഉപദേശി. എടാ, നീ ആരാണെന്നാണോ നിന്റെ വിചാരം? ഏലിയാവോ അതോ ഏലീശയോ? വീടിന് കാശിനെ കൊള്ളാത്തവനെ, സ്വന്തം വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കാൻ പോടാ, വിവരം കെട്ടവനെ. അറിയാം അമ്മച്ചി, അങ്ങനെയൊന്നും ഇച്ചായനെ പറയരുത്. ഇച്ചായൻ ആഗ്രഹമില്ലാഞ്ഞല്ല, പക്ഷെ കഴിയുന്നില്ല. എൻ്റെ ഏലിക്കുട്ടി, ദൈവം എന്നെ നടത്തുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. എനിക്ക് ദിവസങ്ങളോളം കഴിക്കാതിരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ ദൈവസാന്നിധ്യം രുചിച്ചറിഞ്ഞു. അപ്പാ, എൻ്റെ മക്കൾക്കും ഏലിക്കുട്ടിക്കും ആ ദിവ്യശക്തി പകർന്നു നൽകണമേ. ദിവ്യശ്രീ കൊച്ചുകുഞ്ഞ്, ദിവ്യ തേജസ്സിൽ ഇവിടെ തന്നെ ആസനസ്ഥനായാലും ദിവ്യന്റെ മക്കളെയും ഭാര്യയും ഈ ചാക്കോച്ചനും ഭാര്യയും ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് പട്ടിണി കൊട്ടാരത്തിലെ ദിവ്യശ്രീ പട്ടിണി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുവിടാം. സമ്മതമാണോ? മൂത്താപ്പാക്കലെ വീടാണ്. അതെ. കൊച്ചുകുഞ്ഞ് ഉപദേശിയാണ്. അതെ, അത് ഞാൻ തന്നെ കൊച്ചുകുഞ്ഞ് ഉപദേശി. ഞാൻ ഔസഫ്. ആ വള്ളത്തെ കാണുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇറക്കി വെക്കുവാൻ ആരെങ്കിലും ഒക്കെ കൂടി എന്നെ ഒന്ന് സഹായിക്കണേ. സ്വല്പം ദൂരെ നാണേ. ഇതെല്ലാം എന്തിനാ ഇവിടെ ഇറക്കുന്നത്? ഇതെല്ലാം എന്റെ മുതലാളി ഉപദേശിക്ക് വേണ്ടി കൊടുത്തു വിട്ടതാ. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ: അരി, മുളക്, പയറ്, പരിപ്പ്, ചക്കര, കാപ്പിപ്പൊടി, ഏത്തക്ക പഴുത്തത്, ഏത്തക്ക പച്ച എന്ന് വേണ്ട സകല സാധനങ്ങളും. ചുട്ടുപൊള്ളുന്ന പനിയാ. ഇച്ചായൻ എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ഒന്ന് വന്ന് നോക്കാമോ? മോനെ ശൗമിലൂട്ടി, കണ്ണു തുറക്ക് മോനെ. മറിയാമ്മച്ചിയെ വിളിക്കുന്നേ, ഒന്ന് നോക്ക് മോനെ. എൻ്റെ മോനെ ശൗമേലൂട്ടി, പൊന്നുമോനെ. കരയാതെ ഏലിയാമ്മേ. എൻ്റെ മോനെ, എൻ്റെ മോനെ. കൊച്ചുകുഞ്ഞെ, നമ്മുടെ ശൗമേലൂട്ടി പോയടാ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ മോനെ, എൻ്റെ മോനെ, നീ ഒന്ന് കണ്ണു തുറക്കടാ മോനെ. അമ്മയാടാ പറയുന്നേ. മോനെ, ഒന്ന് കണ്ണു തുറക്കടാ. 9-ാം വയസ്സിൽ നിത്യതയിൽ ചേർക്കപ്പെട്ട തന്റെ പ്രിയ മകനെ കോരിയെടുത്തുകൊണ്ട് വേർപാടിന്റെ ദുഃഖത്തിലും അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ പാടി: ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന
പാടിയിടും ഞാൻ. ഒരു നല്ല സുവിശേഷകനാകാൻ ഒരു നല്ല ജീവിതശൈലി ആവശ്യമാണെന്ന് സാധു കൊച്ചുകുഞ്ഞുപദേശി പൂർണ്ണമായി വിശ്വസിച്ചു. വീട്ടിൽ നിരവധി ദിവസത്തെ ഏകാന്ത തടവ്, ധ്യാനം, പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം അദ്ദേഹം തൻ്റെ ജീവിതം, കുടുംബം, തൻ്റെ എല്ലാ സ്വത്തുക്കൾ, ഉത്തരവാദിത്തങ്ങൾ, സമയം, ഭാവി, എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൽ സമർപ്പിച്ചു. അതെ, ബാഹ്യലോകമായി ഉണ്ടായിരുന്ന സമസ്ത ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. വെളിച്ചമധികം കടന്നു ചെല്ലാത്ത ഒരു നിലവറയിൽ താമസമാക്കി. ദൈവത്തെയും ദൈവവചനത്തെയും കുറിച്ചുള്ള അറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി വായനയിൽ കൂടുതൽ സമയം ചെലവഴിച്ചു. തൻ്റെ ഭക്ഷണക്രമം അദ്ദേഹം നിയന്ത്രിച്ചു. ദിവസവും ഭക്ഷണം കുറവായിരുന്നു. പതിവായി ഉപവസിക്കുകയും ചെയ്തു. ജീവിതത്തിലെ മനഃപൂർവമായ ദണ്ഡനങ്ങൾ അദ്ദേഹത്തെ പലതവണ രോഗിയാക്കി. അങ്ങനെ 1945 സാധു കൊച്ചുകുഞ്ഞുപദേശി കഠിനമായി രോഗബാധിതനാകുകയും നവംബർ 30 രാവിലെ 8:45 അദ്ദേഹം തൻ്റെ ഗീതത്തിൽ എഴുതിയതുപോലെ ശുദ്ധരോടൊന്നിച്ച് ആനന്ദിപ്പാൻ, ലോകത്തെയും അതിലുള്ള എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് തൻ്റെ നാഥന്റെ സന്നിധിയിൽ ചേർന്നു. ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ, ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധിയിൽ